സർക്കാരിനും പാർട്ടിക്കും പ്രതിസന്ധിയുണ്ടാകുമ്പോൾ നേതാക്കൾ പ്രതിരോധത്തിന് തയ്യാറാകുന്നില്ലെന്ന് CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ EP ജയരാജനെതിരെ നടപടിയെടുത്തില്ലെന്നും വിമർശനം. ആലപ്പുഴയിലെ വോട്ട് ചോർച്ച തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നും സമ്മേളനം വിലയിരുത്തുന്നു. രഘുനാഥ് നാരായൺ വിവരങ്ങൾ നൽകും. CPM സമ്മേളനത്തെപ്പറ്റി രഘു, അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടാകുന്നു. ഈ പാർട്ടിക്ക് പ്രശ്നമുണ്ടാക്കുമ്പോൾ നേതാക്കൾ പ്രതിരോധിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ആരെ എന്തിനെ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ളതാണ്? അപ്പൊ ഇതിന് EP വിഷയം എല്ലായിടത്തും എല്ലാ സമ്മേളനങ്ങളിലും ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്താണ് പറയുന്നത്? പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയാണ് ആലപ്പുഴയിൽ? പക്ഷേ CPM എപ്പോഴും പറയാറുള്ളത് പോലെ ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയായപ്പോൾ പലപ്പോഴും ആത്മവിമർശനമാണ് നടത്താറുള്ളത്. പക്ഷേ ഇന്ന് ആലപ്പുഴ സമ്മേളനത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികളെല്ലാം ആത്മവിമർശനത്തിനപ്പുറം സർക്കാരിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം, സർക്കാരും പാർട്ടിയും പ്രതിരോധത്തിലാകുമ്പോൾ പല നേതാക്കന്മാരും പ്രതികരിക്കുന്നില്ല. മുൻപ് ഉണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി, അതായത് പിണറായി വിജയൻ അടക്കം സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നപ്പോൾ എടുത്ത നിലപാടല്ല ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് ഉന്നയിച്ചത്. എന്ന് മാത്രവുമല്ല, പുതിയ നേതൃത്വത്തിനെതിരെ മാത്രവുമല്ല, മൊത്തത്തിൽ CPM-ന്റെ നേതാക്കൾക്കെതിരെയാണ്. അതായത് മാധ്യമങ്ങളൊക്കെ എന്ത് പറയും എന്ന് വിചാരിച്ച് പല നേതാക്കന്മാരും പ്രതികരണം നടത്തുന്നില്ല, അല്ലെങ്കിൽ സർക്കാരിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് ഉന്നയിച്ചത്. ഒപ്പം തന്നെ LDF കൺവീനർ ആയിരുന്ന EP ജയരാജനെതിരെയും വിമർശനം ഉന്നയിച്ചു. EP ജയരാജൻ പലപ്പോഴും സർക്കാരിനെയും പാർട്ടിയെയും മുന്നണിയെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ വേണ്ട രീതിയിൽ അദ്ദേഹത്തിനെതിരെയുള്ള നടപടി സ്വീകരിക്കുന്നില്ല. PP ദിവ്യക്കെതിരായി പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് EP ജയരാജന്റെ കാര്യവും പ്രതിനിധികൾ വിശദീകരിച്ചത്. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായ കുട്ടനാടിനെ സംബന്ധിച്ചും കുട്ടനാട് മണ്ഡലം ഏറ്റെടുക്കണമെന്ന് പ്രതിനിധികൾ ഉന്നയിച്ചില്ല. പക്ഷേ ആ ചർച്ച മുഴുവൻ നീണ്ടത് കുട്ടനാട്ടിൽ പല അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് പോലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലടക്കം കുട്ടനാട്ടിൽ വലിയ വോട്ട് ചോർച്ച ഉണ്ടായില്ല. അതുകൊണ്ട് കാര്യമായ രീതിയിൽ കുട്ടനാടിനെ പരിഗണിക്കണം. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടനാട്ടിൽ കുടിവെള്ളത്തിന് വളരെ ചെളിയുടെ നിറമാണ്, അതായത് കറുത്ത വെള്ളമാണ് കുട്ടനാട്ടിലെ ജനത കുടിക്കുന്നത്. ഈ വിഷയത്തിലടക്കം മുഖ്യമന്ത്രിയുടെ അടിയന്തരമായ ശ്രദ്ധ വേണം എന്നുള്ളതാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഗണ്യമായ രീതിയിൽ പാർട്ടിക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിലടക്കം ചോർച്ചയുണ്ടായി. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രതിരോധിക്കാനുള്ളൊരു അല്ലെങ്കിൽ ഇത് വോട്ട് ചോർച്ച ഉണ്ടാകും. ശോഭാ സുരേന്ദ്രൻ എങ്ങനെ കൈവിട്ടു പോയി എന്നാണ് സമ്മേളനം വിലയിരുത്തുന്നത്. ആ തരത്തിൽ എന്താണ് പറയുന്നത് പ്രതിനിധികൾ? BJP, അതായത് BJPക്ക് കാര്യമായ വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമല്ല. എന്നാൽ ഒരു കായംകുളത്തടക്കം നിർണായകമായ വോട്ടുണ്ട് താനും. പക്ഷെ അപ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് BJP നടത്തിയത്. അത് മുൻകൂട്ടി കാണാനുള്ളൊരു സാധാരണ നിലയിൽ CPM അത്തരത്തിൽ, അതായത് BJPയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലേക്ക് വോട്ട് പോകുമെന്നുള്ളൊരു വിലയിരുത്തൽ ഉൾപാർട്ടി തലത്തിൽ CPM നടത്താറുണ്ട്. അതിന് പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതിൽ വലിയ വിമർശനമാണ് ഉണ്ടായതെന്ന് മാത്രവുമല്ല, പ്രതിനിധി സമ്മേളനം കഴിഞ്ഞ്, അതായത് മാധ്യമങ്ങളെയൊക്കെ അല്ലെങ്കിൽ വിശിഷ്ടാതിഥികളെയൊക്കെ ഒഴിവാക്കി മുഖ്യമന്ത്രി പ്രതിനിധികളായി സംസാരിച്ച കാര്യത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് വോട്ട് ചോർച്ച ഉണ്ടായി. ആ വോട്ട് ചോർച്ച ഉണ്ടായത് എങ്ങനെയെന്നും അതിലെങ്ങനെയാണ് തിരുത്തേണ്ടതെന്നും ഉള്ളൊരു നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി നൽകിയിരുന്നു. അതിലൊന്നും വേണ്ട രീതിയിലുള്ള നടപടി ജില്ലാതലം മുതൽ ബ്രാഞ്ച് തലം വരെ ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനവും മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു. അക്ഷയ. ശരി, രഘുനാഥ് നാരായണനാണ് CPM സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങളെയൊക്കെ ചൊല്ലിയുള്ള വിവരങ്ങൾ നൽകിയത്.